ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും അത്? കഴിഞ്ഞ ദിവസം UDF നേതൃത്വത്തിൽ വടകരയിൽ ഒരു വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗം പോലെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് RMPയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള KS ഹരിഹരൻ ഒരു വിവാദ പരാമർശം നടത്തിയത്. അത് വലിയ വിവാദമായി. അതിനെ തുടർന്ന് പരാമർശം തെറ്റായിപ്പോയി, അനുചിതമായിപ്പോയി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പക്ഷേ അവിടെ കൊണ്ടത് നിന്നില്ല. അദ്ദേഹം പറഞ്ഞ ആ പരാമർശത്തിൽ ടീച്ചറുടെ പോർണോ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ, മഞ്ജു വാര്യരുടേതായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു, അത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, KS ഹരിഹരൻ്റെ കൂടെയുള്ള സ്ത്രീകളെ കുറിച്ച് ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക? പ്രായമായ വനിതാ സഹപ്രവർത്തകരുണ്ട്, ഇവരെന്ത് ചെറുപ്പക്കാരികൾ, ഓക്കെ എന്ന രീതിയിലുള്ളൊരു മനോഭാവത്തോടു കൂടി ആയിരിക്കുമോ അദ്ദേഹം കൂടെയുള്ള സ്ത്രീകളെയും കാണുന്നുണ്ടാവുക എന്ന രീതിയിലേക്ക് ആ ചർച്ച വളരെ വൈഡായിട്ട് ആ ചർച്ച പോയി. KS ഹരിഹരൻ പക്ഷേ അതിൽ മാപ്പ് പറഞ്ഞു. പക്ഷെ മാപ്പ് പറഞ്ഞതിനെ കൊണ്ട് അവിടെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അതിൽ കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം അതിൻ്റെ ബാക്കി തുടർ നടപടികളൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലാണ് CPM-ഉം ഭരണകൂടവും നടത്തുന്നത് എന്ന രീതിയിലൊക്കെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഭാഗത്ത് നിന്ന് വരുന്നു. നമുക്കറിയാം, KS ഹരിഹരൻ എത്രയോ വർഷക്കാലം CPM-ൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച സമയത്ത് ഈ KK ശൈലജ ടീച്ചറോടൊപ്പവും മറ്റ് നേതാക്കന്മാരോടൊപ്പവും ഒരുമിച്ച് കോഴിക്കോട് ഒഞ്ചിയം, ഓർക്കാട്ടേരി, ഏറാമല, വടകര ഭാഗങ്ങളിലൊക്കെ വളരെ മികച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ, ആളുടെ വായിൽ നിന്ന് തങ്ങളുടെ കൂടെ മുൻപ് പ്രവർത്തിച്ച അല്ലെങ്കിൽ മുൻപ് തോളോട് തോൾ ചേർന്ന് ഒരേ രാഷ്ട്രീയത്തിൽ ഒരേ കൊടിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾക്കെതിരെ ഒരാൾ പരസ്യമായിട്ട് ഇലക്ഷൻ സമയത്ത് എനിക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്, അതിലെനിക്ക് മനോവിഷമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒരു താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം വന്നതൊക്കെ വളരെ അനുചിതമായിപ്പോയി, വളരെ മോശമായിപ്പോയി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ രാഷ്ട്രീയമൊന്നും കാണണ്ട. ഒരു സ്ത്രീ എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇവളെന്ത്, മറ്റവളായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കായിരുന്നു, അല്ലെങ്കിൽ മറ്റവളായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് ചിരിക്കാനും ആ പറഞ്ഞ പരാമർശം തെറ്റായിപ്പോയി എന്ന് ആ വേദിയിൽ നിന്ന് പറയാനും എന്താ പറയുക, ആർക്കും നാവ് പൊങ്ങിയില്ല. ചിരിക്കാൻ കുറേ ആളുകളുണ്ടായിരുന്നു. ആ വേദിയിലുണ്ടായ പലർക്കും അത് തെറ്റായിപ്പോയി, അത് തിരുത്തണം എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ പോയി എന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. എന്തായാലും KS ഹരിഹരൻ്റെ ഈ പരാമർശം തെറ്റായിപ്പോയി. അതിനെതിരെ നടപടിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒന്നുകൂടി അത് വിശദമായിട്ട് എനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് പറഞ്ഞത് മാപ്പ് പറയും എന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിലെ ഒരു പരാമർശത്തിലൂടെ മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.